നമ്മൾ ഒരുപാട് കാലമായില്ലേ ഗൂഗിൾ ക്രോം ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട്. പക്ഷേ ഈ രണ്ട് സെറ്റിങ്സുകൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടേ ഉണ്ടാകില്ല. വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള പ്രധാനപ്പെട്ട ഗൂഗിൾ ക്രോമിലെ രണ്ട് സെറ്റിങ്സുകളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നമുക്ക് ആ സെറ്റിങ്സുകൾ ഏതാണെന്ന് നോക്കിയാലോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ ആ സെറ്റിങ്സുകൾ വിശദമായിട്ട് നമുക്ക് കണ്ട് മനസ്സിലാക്കാം. ഇതുപോലുള്ള ടെക്നോളജി പരമായിട്ടുള്ള വീഡിയോകൾ ദിവസവും നിങ്ങൾക്ക് ലഭിക്കാൻ ഞങ്ങളുടെ ഈ ചാനൽ ഫോളോ ചെയ്യാൻ മറക്കരുത്. നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം. നമുക്കതിനായിട്ട് ഗൂഗിൾ ക്രോം ഒന്ന് ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്തതിന് ശേഷം ഇവിടെ മുകളിൽ വലതുവശത്ത് പ്രൊഫൈൽ പിക്ചറിൻ്റെ തൊട്ടിപ്പുറത്ത് കണ്ടോ 17 എന്ന് എഴുതിയിട്ട് ഒരു കോളം, അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഓപ്പൺ ചെയ്തിട്ടുള്ള ടാബുകളൊക്കെ ഇവിടെ ഓപ്പൺ ആയിട്ട് തന്നെ കിടക്കുകയാണ്. ഓക്കെ, ഇങ്ങനെ നമ്മൾ ഓരോ ടാബുകൾ, ഓരോ സൈറ്റുകൾ നമ്മൾ സന്ദർശിക്കുമ്പോൾ അത് ഓരോ ടാബായിട്ട് ഇങ്ങനെ സെർച്ച് ലിസ്റ്റിൽ അങ്ങനെ കിടക്കും. അപ്പോൾ നമ്മുടെ ഗൂഗിൾ ക്രോം ഹാങ് ആകാനും മറ്റുമൊക്കെ സാധ്യതയുണ്ട്. ഇവിടെ 3 ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഇവിടെ സെറ്റിങ്സ് ഓപ്പൺ ചെയ്തതിന് ശേഷം കുറച്ച് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ടാബ്സ് എന്ന ഭാഗം നിങ്ങൾ കാണാൻ സാധിക്കും. അവിടെ നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇവിടെ ഓപ്പൺ ആണോ എന്ന് നോക്കുക. ഓക്കെ, അതിനുശേഷം മുകളിൽ ഇൻആക്റ്റീവ് എന്ന ഭാഗത്ത് 21 ഡേയ്സ് എന്ന് കാണിക്കുന്നുണ്ട്. അവിടെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ 21 ദിവസത്തിലാണ് ഇത് റീഫ്രഷ് ആകുക അല്ലെങ്കിൽ ഡിലീറ്റ് ആകുക. ഓക്കെ, പക്ഷേ നമുക്കിവിടെ 7 ദിവസം സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, നവർ എന്ന് സെലക്ട് ചെയ്യരുത്. അപ്പോൾ അത് അങ്ങനെ തന്നെ കിടക്കും. അപ്പോൾ ആഫ്റ്റർ 7 ഡേയ്സ് എന്ന ഭാഗം സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇനി ആർക്കൈവിലേക്ക് ഡ്യൂപ്ലിക്കേറ്റ് ടാബുകൾ പോകണം എന്നുണ്ടെങ്കിൽ ഇതൊന്ന് ഓൺ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അതിനുശേഷം തൊട്ട് താഴെ ഇവിടെ ക്ലോസ് ആഫ്റ്റർ 60 ഡേയ്സ്. ഇനി നിങ്ങൾക്ക് 60 ഡേയ്സിൽ ഓരോന്നായിട്ട് ഇങ്ങനെ ഓട്ടോമാറ്റിക്കായിട്ട് ക്ലോസ് ആകണം എന്നുണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ. അങ്ങനെ ഒരുപാട് ഓപ്ഷനുകൾ ഇതിൻ്റെ അകത്തുണ്ട്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഓപ്പൺ ചെയ്ത ടാബുകളൊക്കെ ഒരു പരിധിവരെ മാത്രമേ ഇവിടെ നിലനിൽക്കുകയുള്ളൂ. അത് ഓട്ടോമാറ്റിക്കായിട്ട് ഇവിടെ നിന്നും അപ്രത്യക്ഷമാകും. അപ്പോൾ നിങ്ങളുടെ ഗൂഗിൾ ക്രോം നിങ്ങൾക്ക് സ്പീഡായിട്ട് സ്മൂത്തായിട്ട് ഉപയോഗിക്കാൻ സാധിക്കും. ഇനി മറ്റൊരു സെറ്റിങ്സ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. 3 ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇവിടെ സെറ്റിങ്സ് ഓപ്പൺ ചെയ്തതിന് ശേഷം കുറച്ച് താഴേക്ക് വരാം. ഇവിടെ പ്രൈവസി ആൻഡ് സെക്യൂരിറ്റി എന്ന ടാബ് നിങ്ങൾ ഓപ്പൺ ചെയ്യുക. അതിനുശേഷം കുറച്ച് താഴേക്ക് വന്നു കഴിഞ്ഞാൽ സെക്യൂരിറ്റി എന്ന ഈ ഒരു ഭാഗത്ത് നിങ്ങൾക്കൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും, ഓൾവേസ് യൂസ് സെക്യൂർ കണക്ഷൻ എന്ന ഭാഗം. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇൻബിൽട്ടായിട്ട് ഇത് ഓഫിൽ തന്നെ ആയിരിക്കും ഉണ്ടാകുക. ഇവിടെ എഴുതിയായിട്ട് നിങ്ങൾ കാണാൻ സാധിക്കും ഓൾവേസ് യൂസ് സെക്യൂർ കണക്ഷൻ എന്ന ഭാഗത്ത് ഫോർ സൈറ്റ്സ് ദാറ്റ് ഡോണ്ട് സപ്പോർട്ട് സെക്യൂർ കണക്ഷൻ ഗെറ്റ് വാൺഡ് ബിഫോർ വിസിറ്റിംഗ് ദ സൈറ്റ് എന്ന് എഴുതിയിട്ടുണ്ട്. നിങ്ങൾ ഏതെങ്കിലും സൈറ്റ് സന്ദർശിക്കുമ്പോൾ അതിന് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ സപ്പോർട്ടാകാതെ എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു വാണിംഗ് കാണിച്ചു തരും. ഓക്കെ, അത് ഓൺ ചെയ്ത് വെക്കുക. എന്നിട്ട് ഏറ്റവും മുകളിലുള്ള ഈ ഒരു ഭാഗം ഇത് തന്നെ നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കുകയും ചെയ്യുക. ഓക്കെ, അങ്ങനെയാകുമ്പോൾ നിങ്ങൾ ഏതെങ്കിലും സൈറ്റ് സന്ദർശിക്കുമ്പോൾ അത് നിങ്ങളുടെ മൊബൈലിന് സപ്പോർട്ട് ആകാത്തതാണെങ്കിൽ ഉടനെ തന്നെ നിങ്ങൾക്കൊരു വാണിംഗ് കാണിച്ചു തരും. വളരെ പ്രധാനപ്പെട്ടതാണ്. അതും കൂടി നിങ്ങളുടെ ഗൂഗിൾ ക്രോമിൽ നിങ്ങൾ ചെയ്തു വെക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുക. ഓക്കെ, അപ്പോൾ ഈ സെറ്റിങ്സിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റിൽ അറിയിക്കാൻ മറക്കരുത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ നിങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനൽ നിങ്ങൾ ഇതുവരെ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അടുത്ത നല്ലൊരു വിഷയമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.